രണ്ടു ദിവസങ്ങളായിട്ട് വളരെയേറെ ശ്രദ്ധ നേടുന്ന ഒരു ദൃശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഉൾപ്പെടുത്തിയത്. കാരണം ഇത്രയേറെ അടുത്തുനിന്ന് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ലാവാപ്രവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ അപൂർവമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ എടുത്ത ഫോട്ടോഗ്രാഫറെ കുറിച്ച്, ഈ സ്ഥലം എവിടെ, ആളുകളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതം എങ്ങനെ? ദിവേഷ്, ഈ ഐസ്ലാൻഡ് അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് ഫയർ ആൻഡ് ഐസ് എന്നാണ്. പേരിലുള്ളതുപോലെ തന്നെ ഐസ്ലാൻഡ് നിറയെ ഐസും ഉണ്ട്, അതുപോലെ തന്നെ നിറയെ അഗ്നിപർവ്വതങ്ങളുടെ ഒരു നാട് കൂടിയാണ് ഐസ്ലാൻഡ് പ്രശസ്തി ആർജിച്ചതും ഇതുപോലെ അഗ്നിപർവ്വതങ്ങൾ ധാരാളമുള്ളൊരു നാട് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഈ അഗ്നിപർവ്വതത്തെ പറ്റി നമുക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. വളരെ ഭീഷണിയാണ്, മനുഷ്യജീവനുകൾക്ക് ഭീഷണിയാണ്, വളരെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരിക്കും നമുക്ക് അഗ്നിപർവ്വതത്തെ പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ശരിക്കും അഗ്നിപർവ്വതങ്ങളുള്ള നാടുകളിൽ അത്ര ഇത് അവിടുത്തെ ജീവിതങ്ങളെ ബാധിക്കാറില്ല. കാരണം ചുറ്റുപാടധികം ആവാസ യോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. അവരങ്ങനെയാണ് അതിനെ ജീവിച്ചു പോരുന്നത്. അപ്പോൾ ഈ ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റലിലുണ്ടായ ഒരു അഗ്നിപർവ്വതം കഴിഞ്ഞ ഡിസംബർ മുതൽ, ഇതിപ്പോൾ 6ാം തവണയാണ് ഏറ്റവും അടുത്തായിട്ട് ഇത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു ഫോട്ടോഗ്രാഫർ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ശാസ്ത്രജ്ഞർക്കൊക്കെ മുന്നറിയിപ്പ് കിട്ടും. അപ്പോൾ തന്നെ ആളുകളൊക്കെ ഇവരൊക്കെ താൽക്കാലിക ആവാസ വ്യവസ്ഥയാണ് അവിടെ. അവർ ഷെൽട്ടർ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് അവർ ഇത്തരത്തിൽ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ അവർ മാറി താമസിക്കാറുണ്ട്. അപ്പോൾ ഈ അഗ്നിപർവ്വതം പൊട്ടുന്ന സമയത്തുള്ള അപൂർവമായിട്ടുള്ള വളരെ ആശ്ചര്യത്തോടെ നമ്മൾ നോക്കി നിന്നു. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ ദൃശ്യങ്ങൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ, ഇത്ര അടുത്ത് എന്നുള്ളത് വേറൊരു വാസ്തവമാണ്. എന്തായാലും ഫോട്ടോഗ്രാഫറുടെ അദ്ദേഹം ഇതിനൊരു മുൻകൈ എടുത്തത് കൊണ്ടുകൂടി തന്നെ നമുക്ക് ഇത്ര മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റി. ഈ അഗ്നിപർവ്വതങ്ങളുള്ള സ്ഥലത്തൊക്കെയുള്ള ആളുകളൊക്കെ ഈ അഗ്നിപർവ്വതം ഇത്രയും അടുത്തുള്ള കാഴ്ചകൾ അപൂർവമാണ്. ഐസ്ലൻഡിനെ സംബന്ധിച്ച ഒരു അപൂർവ കാഴ്ച അല്ലെങ്കിൽ നമുക്ക് വേറെ ടെറൈനിൽ ജീവിക്കുന്ന നമുക്ക് അഗ്നിപർവ്വതങ്ങളൊക്കെ എന്നൊരു കൗതുക അത്ഭുതമൊക്കെയാണ്. ശരി അനഘ.